ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് KTU BTech 2024 ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതെന്നാണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് നമുക്ക് യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫസ്റ്റ് സെമിസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക, ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ ബയോ മാത്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ടാവോ, അതുപോലെ മാത്സ് എന്തൊക്കെ പഠിക്കാനുണ്ടാവും, അങ്ങനെയുള്ള കുറേയധികം ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്ക് ലാസ്റ്റ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് വരെ 2019 സ്കീമിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വർഷം മുതൽ പുതിയ സ്കീം ആൻഡ് കരിക്കുലം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം വരെ ഫസ്റ്റ് ഇയറിൽ ഏത് ബ്രാഞ്ച് എടുത്താലും ഒരേ സിലബസിലായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഓക്കെ, സെയിം സബ്ജക്ട്സ് ആണ് അവർക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് സബ്ജക്ട്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ചേഞ്ച്. കുറേയധികം വ്യത്യാസങ്ങളോട് കൂടിയാണ് 2024 കരിക്കുലം വരുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് സബ്ജക്ട് വരിക. അപ്പൊ ഗ്രൂപ്പ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനെയുള്ള കുറേയധികം ബ്രാഞ്ചസ് ആണ് ഇതിനകത്ത് വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സയൻസസ്, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സിന് തന്നെ വേറെ ബ്രാഞ്ചുകൾ, ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും കൂടെ വരുന്ന അങ്ങനെയുള്ള ബ്രാഞ്ചുകളെല്ലാം കൂടെ ചേരുന്നതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. അതായത് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകൾ വരുന്നതാണ്. പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് ലൈഫ് സയൻസ് ആണ്. അത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സബ്ജക്ട്സ്. അപ്പോൾ ഈ സബ്ജക്ട്സിനാണ് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സബ്ജക്ട്സ് വരാം. ഇനിയിപ്പോ ഇതിൽ നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 സെമിസ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്റർ, അങ്ങനെയാണ് ഫസ്റ്റ് ഇയറിന് നമ്മൾ 2 സെമിസ്റ്റർ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് എ ആൻഡ് ബി, ഗ്രൂപ്പ് എക്കും ബിക്കും കോമൺ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും വേറെയാണ് വരുന്നത്. ഗ്രൂപ്പ് എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ബ്രാഞ്ചുകളും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളും അതാണ് ഗ്രൂപ്പ് എയിലും ബിയിലും വരുന്നത്. അപ്പൊ അവർക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ, അതായത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വരുന്ന സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വരുന്നത് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള മാത്സ്. ഓക്കെ, മാത്സ് ആണ് ഫസ്റ്റ് ഒരു സബ്ജക്ട്. അത് ഗ്രൂപ്പ് സ്പെസിഫിക് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലുകാർക്ക് വരുന്ന ഇതിൽ മാത്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് സ്പെസിഫിക് മാത്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതെന്തായാലും നമ്മൾ +2 പഠിച്ച മാത്സിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അത് ഈ ഫസ്റ്റ് സെമിസ്റ്ററിലും സെക്കൻഡ് സെമിസ്റ്ററിലും നമുക്ക് മാത്സ് പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ +2 മാത്സ് നല്ല ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. മാത്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്. പിന്നെ വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പൊ ഈ ഫിസിക്സും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് ഒരു സെമ്മിൽ പഠിക്കേണ്ടി വരില്ല. ഒന്ന് ഫസ്റ്റ് സെമ്മിൽ പഠിച്ചാൽ ഒന്ന് നമുക്ക് സെക്കൻഡ് സെമ്മിൽ, അങ്ങനെയാണ് ഈ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കാഡ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആണ്. ഗ്രാഫിക്സ് പറയുന്നത് ഡ്രോയിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് നമ്മൾ ഇപ്പൊ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒക്കെ ചെറുതായിട്ട് നമ്മൾ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു പാർട്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പാർട്ടും ആയിട്ടായിരിക്കും ആ ഒരു സബ്ജക്ട് വരാം. അടുത്തത് വരുന്നത് ഒരു പുതിയ സബ്ജക്റ്റ് ആണ്, ദാറ്റ് ഈസ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. പൈത്തൺ നമ്മൾ ഇതുവരെ മുന്നത്തെ സ്കീമിലൊന്നും ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ പൈത്തണും കൂടെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. പിന്നെ ബാക്കി വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്ന എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെമ്മിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി കാർക്ക് പഠിക്കാനുള്ളത്. ഇനി ഗ്രൂപ്പ് സി ആണെങ്കിലും സെയിം ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് മാത്സ് എന്തായാലും ഉണ്ടാവും, ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടാവും. അത് കൂടാതെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വരുന്നുണ്ട്. ഓക്കെ, മെക്കാനിക്സിന്റെയും ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് +2 ഫിസിക്സിൽ. പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആണ് വരുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്, ആ ഒരു സബ്ജക്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് സി കാർക്ക് വരുന്നുണ്ട്. എഗെയിൻ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് സിയിലും ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെം 1 പഠിക്കാൻ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെമിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് സെം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്ന അടുത്ത സെം ആണ്.
അതിൽ ഗ്രൂപ്പ് എയിൽ ബിയിൽ അഗെയിൻ ഗ്രൂപ്പ് സ്പെസിഫിക് മാത്സ് 2. അപ്പൊ 2 മാത്സ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 മാത്സ് പഠിക്കാനുണ്ടാവും. ഒന്ന് S1-ലും, S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമില്, പിന്നെ S2-ലും സെക്കൻഡ് സെമിസ്റ്ററിലും മാത്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് കാൽക്കുലസ് ഒക്കെയാണ് വരും, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ മെട്രിക്സ് ഇതൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഫുൾ സിലബസ് വന്നാലാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. എനിവേ +1 +2 മാത്സ് തറോ ആണെങ്കിൽ നമുക്ക് ഈ പേപ്പേഴ്സ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അഗൈൻ നമ്മൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഫിസിക്സ് ഫസ്റ്റ് സെമിൽ പഠിച്ചാൽ കെമിസ്ട്രി സെക്കൻഡ് സെമിൽ, അല്ല കെമിസ്ട്രി ആണ് ഫസ്റ്റ് സെമിൽ പഠിക്കുന്നതെങ്കിൽ ഫിസിക്സ് സെക്കൻഡ് സെമിൽ അങ്ങനെ. പിന്നെ വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് കേട്ടോ. അതും ഒരു പുതിയ പേപ്പറാണ്, മുന്നത്തെ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിൽ ഹാർഡ്വെയർ തൊട്ട് വെബ് ഡിസൈൻ വരെയുള്ള എസെൻഷ്യൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 2024 സ്കീമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാൻ വരുന്നത് അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സിലബസ് പഠിച്ചു പോയിട്ട് കാര്യമില്ല, ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് സെമിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സി, സെക്കൻഡ് സെമിൽ പ്രോഗ്രാമിംഗ് ഇൻ സി പഠിക്കാനുണ്ട്. അപ്പോ +2 ബയോമാത്സ് എടുത്ത കുട്ടികളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സബ്ജക്ട് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഒരു ടച്ചും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്രാഷ് കോഴ്സ് ഒക്കെ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിരിക്കും. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം അവർ ഓൾറെഡി അതിന്റെയൊക്കെ ഒരു ബേസ് ഫണ്ടമെന്റൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഒരു കോർ സബ്ജക്ട് സെക്കൻഡ് സെമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കോർ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്ട്. ഇതുവരെ കോർ സബ്ജക്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടായിരുന്നില്ല. മുന്നത്തെ വർഷം വരെ അതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ മുതലാണ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി ചേരാൻ പോകുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സെക്കൻഡ് സെമിൽ ഒരു കോർ സബ്ജക്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മളെ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് വരുന്നുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതിന്റെയൊക്കെ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സെമില്. ഗ്രൂപ്പ് സിയിൽ എടുത്താൽ അഗെയിൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അവർക്ക് S2 വരുന്നുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള പേപ്പർ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു കോർ സബ്ജക്ട് മെക്കാനിക്കൽ സിവിൽ റിലേറ്റഡ് ആയിട്ട് അവർ എടുത്ത ബ്രാഞ്ചിന്റെ കോർ സബ്ജക്ട് അവർക്കും ഈ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR അവർക്കും വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന പേപ്പേഴ്സ് വർക്ക്ഷോപ്പും അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എഞ്ചിനീയറിംഗ് ലൈഫ് സ്കിൽസ് ആൻഡ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സ് ഇത്രയൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവില്, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പൈത്തന്റെ കാര്യമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ഇൻ സി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ +2 പഠിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിച്ച പോലെയല്ല കോളേജിൽ വരുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ അതിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ഈസിയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ലേണിനോ ആണെങ്കിൽ നമ്മൾ BTech സ്റ്റുഡൻസിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാനൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ആ ചാനലിന്റെ ലിങ്ക് കുറെ പേര് കണ്ടിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലെ ക്ലാസ്സുകളും BTechന്റെ അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും. ഇപ്പൊ ഫുൾ സിലബസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിലബസ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ BTech ചാനലിലായിരിക്കും. ഇതിപ്പോ KTU ജോയിൻ ചെയ്യാൻ വേണ്ട സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഈ ഇൻഫർമേഷൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. BTech റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.